തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ സ്ഥാനാർത്ഥിയായ വൈഷ്ണ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. മത്സരിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയം പോലും വൈഷ്ണയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ നമ്മൾ കാണുമ്പോൾ വലിയ ഒരു മാനസിക സംഘർഷത്തിലാണ് നിന്നത്. പക്ഷേ ഇന്നിപ്പോൾ വലിയ സന്തോഷവതിയായി നിൽക്കുകയാണ്. എന്താണ് തോന്നുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് വന്നിരിക്കുകയാണ്, മത്സരിക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് തോന്നുന്നത്? അതെ, തീർച്ചയായും. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനും വളരെ വലിയൊരു നന്ദിയാണ് പറയേണ്ടത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത്രയും ദിവസം നമ്മളെ കേൾക്കാൻ പോലും ഒരാൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ നമ്മളെ ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ നന്നായി കേട്ടു. നമ്മൾ അതിന് മുമ്പത്തെ ദിവസം ഹൈക്കോടതിയിലായാലും എല്ലാം വളരെ നല്ലൊരു റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടിയത്. വൈഷ്ണയെ കേട്ടില്ല, വൈഷ്ണയുടെ രേഖകൾ പരിശോധിച്ചില്ല എന്നടക്കമുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു രാഷ്ട്രീയമായിട്ടാണോ കാണുന്നത്? അതിനെയൊക്കെ അല്ല, അത് ഞാൻ ഇത്ര നേരം പറഞ്ഞത് തന്നെയാണ്. അതൊന്നും പറയേണ്ടത് ഞാനല്ല. അത് പാർട്ടിയുടെ അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്, അവരത് പറയും. UDF ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ആയിട്ട് കൊണ്ടുവന്ന വ്യക്തിയായിരുന്നു വൈഷ്ണ. തുടക്കം മുതൽക്ക് തന്നെ വലിയ മാധ്യമ ശ്രദ്ധ അല്ലെങ്കിൽ ജനങ്ങളുടെ വലിയൊരു ശ്രദ്ധ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ ഒരു വിഷയം കൂടി വരുമ്പോൾ എങ്ങനെയാണ് അതിനെ പോസിറ്റീവായിട്ട് തന്നെയാണോ കാണുന്നത്? തീർച്ചയായും നമുക്ക് വളരെ നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ് കിട്ടുന്നത്. കാരണം ഈ ഒരു നമ്മൾ കുറച്ച് ദിവസം മാറി നിന്നപ്പോൾ വിഷമിച്ച് നമ്മളെ വിളിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വലിയ സന്തോഷമായിരിക്കും. അവരെല്ലാവരും ഇനിയൊന്ന് പോയി നേരിട്ടൊന്ന് കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ വലിയ പോസിറ്റീവ് റെസ്പോൺസ് ആണ്. പ്രചരണത്തിനൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ടോ എന്തായി വിധി എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ? തീർച്ചയായും എന്തായിരുന്നു പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വളരെ നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ്. പിന്നെ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ്, നമ്മുടെ പരിചയക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെയാണ്. അപ്പോൾ അവരിൽ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഈ ഒരു സാഹചര്യം അറിയുമ്പോൾ. അപ്പോൾ അത് എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങളിലെ ഒരു പ്രചരണം എങ്ങനെയായിരിക്കും? കൂടുതൽ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ അത് ഇവരോട് ചോദിച്ചോളൂ കേട്ടോ. ഇവരൊക്കെയാണ് അതെല്ലാം തീരുമാനം. ഇനിയുള്ള ദിവസങ്ങളിലെ കാര്യങ്ങൾ ഇനി നമുക്ക് വളരെയധികം ദിവസങ്ങളിൽ എന്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് നമുക്ക് ഒരു 17-18 ആ ഒരു ദിവസം മാത്രമേ ഇനി തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ളൂ. അപ്പോൾ അതിന് ഇനിയുള്ള ദിവസങ്ങളിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവരെല്ലാവരുമാണ്. അപ്പോൾ അത് അവരോട് ചോദിച്ചാൽ മതി. നാമനിർദ്ദേശ പത്രിക അടക്കം സമർപ്പിക്കുന്ന കാര്യത്തിലേക്കൊക്കെ ഉടനെ കടക്കും. തീർച്ചയായും നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഓൾറെഡി. എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് മുട്ടടയിലെ UDF സ്ഥാനാർത്ഥിയായ വൈഷ്ണ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വൈഷ്ണയ്ക്ക് മത്സരിക്കാമെന്നുള്ള ഒരു ഉത്തരവ് കൂടി നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമായി തന്നെ പ്രചരണവുമായി മുന്നോട്ടേക്ക് പോകും. വിജയം മുന്നിൽ കണ്ടു തന്നെയുള്ള ഒരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് വൈഷ്ണയും റിപ്പോർട്ടറിനോട് പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ സ്വാതന്ത്ര്യ സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.